മനോഹരമായ കാഴ്ചയാണ് ഈ കാണുന്നത്. ഇത് ചൂരൽ വെള്ളച്ചാട്ടമാണ്. കരിതീർത്ത വെള്ളച്ചാട്ടം എന്നാണ് ഇതിനെ പറയപ്പെടുന്നത്. ഇത് മാത്തിലടുത്ത ചൂരലിലാണ് ഈ സംഭവം. ഇത് കാണല്ലേ, വിനോദസഞ്ചാരികൾ ഏകദേശം എല്ലാവരും വരുന്ന ഒരു ഏരിയ കൂടിയാണിത്. മനോഹരമായ മലയിടുക്കുകളുടെ ഉള്ളിലാണ് ഈ വെള്ളച്ചാട്ടമുള്ളത്. പ്രകൃതി രമണീയമായ സ്ഥലമാണിത്. ഇവിടെ ഒഴിവ് ദിവസങ്ങളിൽ ധാരാളം ജനങ്ങൾ ഈ ഭാഗങ്ങളിലേക്ക് എത്തിപ്പെടുന്നുണ്ടെന്നുള്ളതാണ് ഒരു 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 സത്യമാണ്. ഇപ്പം തന്നെ ഇന്ന് ഒഴിവ് ദിവസമായിട്ട് നല്ലോണം ജനങ്ങളുണ്ട് ഇവിടെ. നമസ്കാരം, ഇതാണ് മാത്തിലടുത്ത അരിയിൽ വെള്ളച്ചാട്ടം. വളരെ മനോഹരമായ കാഴ്ചയാണ് ഇവിടെ കാണുന്നില്ലേ. ഒഴിവ് ദിവസമായതുകൊണ്ട് തന്നെ കൂടുതൽ ജനങ്ങളുണ്ട്. ഇത് മുമ്പ് കാലത്ത് തന്നെ ഈ വെള്ളച്ചാട്ടം കൂടി ഇപ്പൊ അടുത്ത കാലത്താണ് ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആയതെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഇപ്പൊ പഞ്ചായത്തൊക്കെ ഇടപെട്ട് ഇതിന് കുറച്ചുകൂടി മോഡിഫിക്കേഷൻ കൊടുത്തത്. ഇതിന്റെ അടുത്ത് തന്നെ ഫാമുകളൊക്കെ ഉണ്ട്. ഫാമുണ്ട് ഇതിന്റെ സമീപത്ത്. ജനങ്ങൾക്കൊരു കാഴ്ചയാണ് ഇത്. കണ്ണൂർ ജില്ലയിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ ദൂരം മാത്തിൽ ആലപ്പടമ്പ് പഞ്ചായത്തിന്റെ പരിധിയിൽപ്പെട്ടതാണ് ഈ സ്ഥലം. ഇതിപ്പോ അരിയിൽ എന്നാണ് ഈ സ്ഥലത്തിന് പേര്. അതുപോലെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അതിമനോഹരമായ സ്ഥലമാണിത്. റോഡ് സൗകര്യം വളരെ കുറവാണെന്നുള്ള ഒരു ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. റോഡ് സൗകര്യം പരിമിതമാണ്. അത് പാർക്കിംഗ് സൗകര്യവും പരിമിതമാണ്. ഇതൊക്കെ തന്നെ ഇവിടെ അധികൃതർ ഒരുക്കിയാൽ ഇത് ടൂറിസത്തിന് ഒരു മുതൽക്കൂട്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. വലിയ മലയടിവാരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടൂറിസത്തിന് വേണ്ടി മുന്നാറിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇവിടെ മാത്തിൽ ഇന്ന് സമീപമുള്ള ചൂരൽ അരിയിലേക്ക് വന്നാൽ ഇത്തരമുള്ള നയന മനോഹരമായ കാഴ്ചകൾ കാണാമെന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കാം. അതുകൊണ്ട് ഈ ചാനൽ ആദ്യമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ശുദ്ധജലമാണ് ഇവിടെയുള്ളത്. വളരെ നല്ല ശുദ്ധജലമാണ് ഇവിടെയുള്ളത്. കുടിക്കാൻ തന്നെ പറ്റും. അങ്ങനെ വളരെ ശുദ്ധജലമാണ് ഇവിടെയുള്ളത്. ഇത് കണ്ണൂർ ജില്ലയിൽ നിന്നും 40 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ 40-45 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാത്തിൽ ചൂരലിലാണ് ഈ അരിയിൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അല്ലേ? ഇത് കണ്ടുന്നില്ലേ, ഈ കാണുന്ന റോഡ് ഇടുങ്ങിയ റോഡാണ്. ഈ റോഡിലൂടെയാണ് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തേണ്ടത്. അതൊരു ഇവിടെ എത്തിച്ചേരുന്ന ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുള്ളതാണ്. അതുകൊണ്ട് ടൂറിസം വകുപ്പ് ഇതിനെ ഒരു പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഈ റോഡൊക്കെ ഒന്ന് ശരിയായി കഴിഞ്ഞാൽ ഇതൊരു നമ്മുടെ നാട്ടിൽ തന്നെ ഒരു വലിയ ടൂറിസം സാധ്യത തെളിയുമെന്നതിന് യാതൊരു സംശയവുമില്ല. അത് കാണുന്നില്ല, ഇവിടെ ഫാമുകളുണ്ട്. ഒക്കെ തന്നെ ഇവിടെ ജനങ്ങൾക്ക് ഒരു കാളകളെയും പോത്തുകളെയും ഒന്നും കാണാത്തവർക്ക് കാണാം. ഇതൊക്കെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത തന്നെയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. കാണുന്നില്ലേ, കാളകളെയൊക്കെ കാണുന്നില്ലേ, അതൊക്കെ തന്നെ നമ്മൾക്കൊരു പ്രത്യേകതയാണ്. പക്ഷെ ഇവിടെ ആകെയുള്ള ഒരു പ്രയാസം എന്ന് പറയുന്നത് ഇവിടെ വാഹനങ്ങൾക്ക് ഈ കുന്നുമലയും കയറി എത്തിപ്പെടാനുള്ള ഒരു അസൗകര്യം ഇവിടെ ജനങ്ങൾക്കുണ്ട്.